ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സദ്യ സ്പെഷ്യൽ നാരങ്ങ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ സദ്യ സ്പെഷ്യൽ വിഭവമാണ് നാരങ്ങക്കറി എന്ന് പറയുന്നത്. ഈ ഒരു നാരങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ നാരങ്ങക്ക് പറയുന്നത് മാതള നാരങ്ങ എന്നും പറയും, ഗണപതി നാരങ്ങ എന്നും പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ തോലും കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കുനുകുനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. ഇഷ്ടംപോലെ കുരുവൊക്കെ ഇതിനുള്ളിലുണ്ടാവും. മൂത്ത കുരുവാണ്. ഇത് നട്ടിട്ട് നമുക്ക് തൈകളൊക്കെ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ തോല് കളഞ്ഞിട്ടുണ്ട്. തോല് കളഞ്ഞിട്ടില്ലെങ്കിൽ കയ്പടിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തോല് കളയാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുമ്പോഴാണ് ഈ നാരങ്ങയുടെ മൂപ്പെത്തുന്നത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊരു മൺചട്ടിയിൽ വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിവെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഇഞ്ചിയും പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഞാൻ ചേർക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. പുളിവെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം മധുരവും പുളിയും എരിവും എല്ലാം കൂടി ഒരു സമ്മിശ്രമായിട്ട് വരുന്നൊരു കറിയാണിത്. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളെ നാരങ്ങ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നമ്മളെ പുളിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കേട്ടോ. അപ്പോൾ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ നാരങ്ങയൊക്കെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കണം. ഒരുപാടല്ല, ഒരു മീഡിയം മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് കുറച്ച് കൂടുതൽ മധുരമാണ് ഇഷ്ടം. നമ്മുടെ പുളിയിഞ്ചൊക്കെ ഇല്ലേ, ആ ഒരു പരുവത്തിലാണ് എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. എല്ലാം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. നമുക്ക് കുറച്ച് കുറുകിയിട്ടുള്ള ഒരു പരുവാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ചില ആൾ വെള്ളം പോലെയാക്കും കേട്ടോ, അതെനിക്കിഷ്ടമല്ല. ഈ ഒരു കുറുകിയിട്ടുള്ളൊരു പരുവത്തിലാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ പെട്ടെന്നൊന്നും കേടൊന്നും വരില്ല. നമുക്ക് 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ കറിയൊക്കെ റെഡിയായി. ഇനി ഒന്ന് താളിച്ച് കൊടുക്കണം. ഒരു തക്ക അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവും കടുകും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നാരങ്ങ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ താളിക്കൽ പരിപാടി. നമ്മൾ സാധാ താളിപ്പ് തന്നെയാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ നമ്മളെ മലബാർ ഭാഗത്ത് സദ്യ സ്പെഷ്യലിൽ ഒരു മെയിൻ ഐറ്റമാണ് നാരങ്ങ കറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പുളിയിഞ്ചിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു നാരങ്ങ കറി ഇഷ്ടപ്പെടും. പിന്നെ നാരങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മൂത്ത നാരങ്ങ തന്നെ എടുക്കണം കേട്ടോ. പിഞ്ച് നാരങ്ങ എടുത്താൽ വല്ലാണ്ടങ്ങ് കയ്പേറും. മൂത്തതെടുത്താൽ അങ്ങനെ കയ്പ് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാകുമ്പോൾ നമ്മൾ നാരങ്ങ മൂപ്പ് ആയിട്ടുണ്ടാകും. പിന്നെ ഒന്ന് പഴുത്ത് തുടങ്ങാനാകുമ്പോൾ നല്ല പോലെ മൂപ്പായിട്ടുണ്ടാകും കേട്ടോ. തോലൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റാണ്. സദ്യയിലെ മെയിൻ വിഭവമാണ്. ഈ വരുന്ന ഓണത്തിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.